നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ബലിയാകുവാൻ, ബലിയേകുവാൻ, ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. സ്നേഹമാകാൻ, സ്നേഹമേകാൻ, സ്നേഹത്തിൻ ബലിവേദിയിൽ. സ്നേഹമാകാൻ, സ്നേഹമേകാൻ, സ്നേഹത്തിൻ ബലിവേദിയിൽ. ഗോതമ്പുമണി പോൽ പൊടിഞ്ഞൊന്നു ചേരാൻ ജീവിതം ബലിയാകുവാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ആഗമന കാലത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ആഗമനകാലത്തെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോഴും യഹൂദര് രക്ഷകനായ ക്രിസ്തുവിന് വേണ്ടി നൂറ്റാണ്ടുകളോളം ഒരുങ്ങി കാത്തിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചരിത്രം പറഞ്ഞു വയ്ക്കുകയും ഇത് തന്നെയാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് ദേവാലയത്തിൽ വളർന്ന മറിയം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ, നിന്റെ രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ അമ്മയുടെ ദാസിയാകാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആ കന്യകയാണ് പിന്നീട് കർത്താവ് തൻ്റെ അമ്മയാകുവാനായിട്ടും തിരഞ്ഞെടുക്കുക. പ്രിയപ്പെട്ടവരും, ആഗമനകാലം ഒരുക്കത്തിൻ്റെ കാലമാണ്. ഈ 4 ആഴ്ചകളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലും ജനിക്കണം, നമ്മുടെ കുടുംബങ്ങളിലും ജനിക്കണം, നമ്മുടെ ജീവിത അവസ്ഥകളിലും സാഹചര്യങ്ങളിലുമൊക്കെ ജനിക്കണം. ആ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുക. സഭയിൽ ചെറിയ നൊയമ്പായിട്ടാണ് ഈ കാലഘട്ടം അറിയപ്പെടുക. സാധിക്കുന്നവരൊക്കെ നൊയമ്പെടുത്ത് തങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കൂട്ടി, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ 4 കളറിലുള്ള തിരികൾ കൊണ്ടുവരപ്പെട്ടു. ആ തിരികൾ ഓരോ ഞായറാഴ്ചയും കത്തിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനകൾ, ഒരുക്ക പ്രാർത്ഥനകൾ നടത്തി കൂടുതൽ വിശുദ്ധിയോടുകൂടെ ഉണ്ണീശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കും സ്വീകരിക്കാം. പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ വലിയ അനുഗ്രഹം ലഭിച്ചെങ്കിൽ തീർച്ചയായും നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ ജീവിതങ്ങളിലും ആ ക്രിസ്തുവിൻ്റെ വലിയ സമാധാനം, ആട്ടിടയന്മാർക്ക് ലഭിച്ച വലിയ സമാധാനം തീർച്ചയായും നമുക്ക് ലഭിക്കും. അതിനാൽ ഈ ആഗമനകാലം ഒരുക്കത്തിൻ്റെ കാലമാണ്. പ്രാർത്ഥനയുടെയും നൊയമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ഒക്കെ കാലം കൂടിയാണ്. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് തീഷ്ണതയോടുകൂടി നമ്മൾക്ക് ഒരുങ്ങാം. അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഒന്നുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പാപാവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് അഭിഷിക്തന്റെ ആഗമന വേളയിൽ സൽപ്രവർത്തികളോടെ അങ്ങേ വലതുഭാഗത്തോടി അണഞ്ഞ് സ്വർഗരാജ്യ അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകാൻ വേണ്ടി ഇച്ഛാശക്തിയും അങ്ങ് വിശ്വാസികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്യം എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും, കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവേ, അങ്ങയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതെന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്കു വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്കു വേണ്ടി അങ്ങ് തിരികെ വരണമേ. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല.
അങ്ങയുടെ പാതയിൽ അങ്ങേ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സത്പ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റ് പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങേ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവർ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിലെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളുടെ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്നും നോക്കിക്കാക്കണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലതു കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവരുടെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ശക്തനായ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നും ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ.
വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മുടെ എല്ലാ പാപങ്ങളും മോചിപ്പിക്കുമാറാകട്ടെ. ആഗമനകാലം 2020. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വന്യ വൈദികരും സന്യാസ്തരെ, പ്രിയ സഹോദരി സഹോദരന്മാരും, പുതിയൊരു ആരാധന വർഷത്തിലേക്കും അതിൻ്റെ പ്രാരംഭഘട്ടമായ ആഗമനത്തിലേക്കും നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തീയ പ്രത്യാശയുടെ രഹസ്യം മുഴുവൻ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ് ആഗമനകാലം. ക്രിസ്തുവിൻ്റെ വരവിനായി വിശ്വാസികൾ തീഷ്ണമായി ഒരുങ്ങുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിലെ കാത്തിരിപ്പ് എല്ലാ ക്രിസ്തീയ അനുഭവങ്ങളെയും സ്വാധീനിക്കുന്നതുമാണ്. ആഗമനകാലത്തെ കാത്തിരിപ്പിന് അസ്തിത്വപരമായൊരു മാനവും ആരാധനപരമായ മറ്റൊരു മാനവുമുണ്ട്. അസ്തിത്വപരമായ കാത്തിരിപ്പ് ഓരോ വ്യക്തിയുടെയും ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നതാണ്. എന്നാൽ ആരാധനാപരമായ കാത്തിരിപ്പ് ക്രിസ്മസ് ആഘോഷത്തോടെ അവസാനിക്കുന്നു. അസ്തിത്വപരമായ കാത്തിരിപ്പ് യേശുവിൻ്റെ യുഗാന്ത്യാത്മകമായ രണ്ടാം വരവിനായുള്ള ഒരു രൂപാന്തരപ്പെടലിന് വേണ്ടിയാണ്. ക്രിസ്മസിനായുള്ള കാത്തിരിപ്പും ആത്യന്തികമായി പ്രത്യാശയുടെ കാത്തിരിപ്പ് തന്നെയാണ്. രക്ഷകന്റെ വരവ് പ്രത്യാശയോടെ കാത്തിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെപ്പോലെ സഭാംഗങ്ങൾ അവിടുത്തെ അനുദിനം സ്വീകരിക്കാനും സാക്ഷ്യപ്പെടുത്താനും പങ്കുവയ്ക്കാനും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അവിടുന്ന് ലോകത്തിന് രക്ഷ നൽകാൻ സന്നിഹിതനാകുന്നു. ആഗമനകാലത്തിലെ ആരാധനക്രമവും കാത്തിരിപ്പും യുഗാന്തത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ നൽകുന്നതാണ്. കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന സ്നാപയോഹന്നാന്റെ ആഹ്വാനം അതീവ ജാഗ്രതയോടുകൂടെയുള്ള ഒരുക്കത്തിലേക്ക് നമ്മെ നയിക്കും. എന്തെന്നാൽ കർത്താവ് വരാൻ പോകുന്നത് ആരും ഒരിക്കലും നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും. പാപവും പാപ സാഹചര്യങ്ങളും വെടിഞ്ഞ് സുഹൃത അഭ്യാസങ്ങൾ അഭ്യസിച്ച് ഉണർവോടെ വിശ്വാസതപൂർവം അവിടത്തെ കാത്തിരിക്കാം. യേശു പറഞ്ഞ ഉപമയിലെ കന്യകമാരെ പോലെ നാം എണ്ണയുള്ള ദീപങ്ങളുമായി കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, ഉണർന്നിരിക്കുകയും വേണം. എന്തെന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം മണവാളനായ ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. ജാഗ്രത യാഥാർത്ഥ്യമാകുന്നത് വിശ്വസ്തതയിലും ആകാശപൂർവമായ കാത്തിരിപ്പിലും ത്യാഗസന്നദ്ധയിലുമാണ്. കർത്താവ് യേശുവേ വരേണമേ എന്ന് വെളിപാട് പുസ്തകത്തിലെ മുറവിളിയും വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ്.
നാം എത്രമാത്രം നമ്മുടെ ബലഹീനതയും പാപാവസ്ഥയും മനസ്സിലാക്കുന്നുവോ അത്രമാത്രം കർത്താവിൻ്റെ വരവിനായി ആഗ്രഹിക്കും. എന്തെന്നാൽ അവിടുന്നിൽ മാത്രമാണ് നമുക്ക് രക്ഷയും വിമോചനവുമുള്ളത്. അവിടത്തേക്ക് മാത്രമേ നമ്മെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയും ഉറപ്പും നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. അതിനാൽ ആഗമനകാലത്തിലെ കാത്തിരിപ്പം ഒരേ സമയം സന്തോഷത്തിൻ്റെയും ആശ്രയബോധത്തിൻ്റെതുമാണ്. യേശു ലോകത്തിലേക്ക് വരുമെന്നുള്ളതും അവിടുന്ന് ലോകത്തിൽ ഇപ്പോൾ സന്നിഹിതനാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു സഭയിലും ലോകത്തിലും നിരന്തരം സന്നിഹിതനാണ്. അതേസമയം അന്ത്യം വരെയും തുടർന്നു കൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിനെ നാം വീണ്ടും ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യം വൈരുത്തരത്തിന് ഇടം നൽകുന്നു. അതൊരേ സമയം തന്നെ സാന്നിധ്യവും അസാന്നിധ്യവുമാണ്. ഒരേ സമയം തന്നെ നാം യേശുവിനെ ഉൾക്കൊള്ളുന്നവരും അല്ലാത്തവരുമാണ്. നാം ഇനിയും യേശുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആഗമനകാലം മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ കഴിഞ്ഞ അവസ്ഥയും ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത അവസ്ഥയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആഗമനകാലം മാനസാന്തരത്തിനുള്ള ശക്തമായ ആഹ്വാനമാണ്. ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആഗമനകാലം ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെയും തീവ്രമായ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെ നാളുകളാക്കി നമുക്ക് മാറ്റാം. പ്രവാചകനായ യെശയ്യായും മരുഭൂമിയിൽ നിന്ന് വന്ന സ്നാപയോഹന്നാനും കന്യകയായ അമ്മ മറിയവും നൽകുന്ന കാത്തിരിപ്പിൻ്റെ മാതൃക നമുക്ക് ഉൾക്കൊള്ളാം. ഇമ്മാനുവേലാകുന്ന രക്ഷകന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവജന മനനധ്യാനങ്ങളിലൂടെ ഇന്നിൻ്റെ ആകുലതകളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം. തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും വഴിയിലൂടെ ദൈവസ്നേഹത്തിലേക്ക് മാനസാന്തരപ്പെടാം. അതിനായി കുറവുകൾ ഉള്ളിടത്ത് നന്മകൾ പങ്കുവെച്ചും ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം മറ്റുള്ളവർക്കും നൽകാം. മറിയത്തെ പോലെ സ്നേഹവാത്സല്യത്തോടെ എന്നാൽ അഗാധമായ എളിമയോടെ അവിടുത്തെ ദാസനും ദാസിയുമായി അവിടുത്തെ മറ്റുള്ളവരിൽ ശുശ്രൂഷ ചെയ്യാം. വീണ്ടെടുപ്പിനും വിമോചനത്തിനുമായി കാത്തിരിക്കാൻ നമുക്ക് വചനം മാംസം ധരിച്ച ക്രിസ്തു രക്ഷയുടെ പൂർണ്ണത നൽകട്ടെ. പൈതൃക ആശീസ്സുകളോടെ ഈശോ മറിയത്തിൽ പോൾ ആന്റണി മുല്ലശ്ശേരി, കൊല്ലം മെത്രാൻ. ഈ ഡയലേഖനം 2020 നവംബർ 29 ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഭക്തിയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്നുമായി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി
പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിനും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതമനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജേതാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരായുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ ആഗമനത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് തന്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വദാ കാത്തുപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. റോമിലെ പാപ്പയെയും നമ്മുടെ മെത്രാന്മാരെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കോവിഡ് കാലഘട്ടത്തിലും നമ്മളെല്ലാവരെയും കോവിഡ് രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്നും ഈ രോഗം മൂലം ലോകത്ത് വിഷമിക്കുന്ന എല്ലാവരെയും ആ രോഗത്തിന് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്നും എത്രയും വേഗം ഈ രോഗം ഈ ലോകത്തില്ലാതാകണമേ എന്നും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കോവിഡ് രോഗ കാലഘട്ടത്തിൽ വലിയ ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും കടബാധ്യതയിലൂടെയും ജോലിയില്ലാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുന്നവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണയും കരുതലും ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തന്റെ തിരുമനസ്സിനനുസരിച്ച് എല്ലാ നന്മകളുടെയും പരിപോഷണത്തിനായി നയിക്കട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ കാഴ്ചയേകാം. ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവ്വവും
ശക്തി നൽകണമേ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാൽ എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതീകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയതാളമതീകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. സഹോദരരും എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായും അങ്ങ് നൽകുന്ന ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രഭാവത്തിന് മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യാശത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം നിത്യം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോനാഥൻ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളെയും
നമ്മുടെ അവസ്ഥകളെയും കുടുംബത്തെയൊക്കെ സമർപ്പിച്ച് ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേബിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ
ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ശാന്തി നൽകിയിടണമേ. കുഞ്ഞാടി ശാന്തി നൽകിയിടണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടി വരും, കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടി വരും, തേടി വന്നിടിലോ തോളിലേറ്റും, തോളിലെടുത്തവൻ ഉമ്മ നൽകും, തേടി വന്നിടിലോ തോളിലേറ്റും, തോളിലെടുത്തവൻ ഉമ്മ നൽകും, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാപിയെന്നോർക്കാതെ ഉള്ളിൽ വരും, പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാപിയെന്നോർക്കാതെ ഉള്ളിൽ വരും, വീണു പോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവൻ എന്നെ സ്വന്തമാക്കും, വീണു പോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവൻ എന്നെ സ്വന്തമാക്കും, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ
മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ രക്തമേ, എന്നെ ലഹരിയിൽ ആഴ്ത്തണമേ. മിശിഹായുടെ തിരുവിലാവിലെ ജലമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്വസ്ത്ര കാഴ്ച 6545 രൂപ. അടുത്ത ഞായറാഴ്ച 7:30 മണിക്കുള്ള ദിവ്യബലി 28ാം യൂണിറ്റ് ആണ് നടത്തേണ്ടത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും. ശനിയാഴ്ച വൈകിട്ട് നാം പണ്ട് നേരത്തെ ചെയ്തിരുന്നത് പോലെ 28ാം യൂണിറ്റിലെ ആളുകൾ ആനിമേറ്ററിൻ്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് വന്ന് ദേവാലയവും പരിസരവും വൃത്തിയാക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആഗമനകാലത്തിൽ ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ആഗമനകാലത്തെ പ്രാർത്ഥന എല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ രോഗാവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കണമേ എന്നും ഈ രോഗം പെട്ടെന്ന് ഇല്ലാതാക്കണമേ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാക്കണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവര്, ആരും റോട്ടിലൂടെ കൂട്ടം കൂടി പോകരുത്. ആദ്യം പള്ളിയുടെ പുറത്തുള്ളവർ ആദ്യം പോവുക. അതിനുശേഷം മറ്റുള്ളവർ സാവധാനം പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ